തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുകാന്തുമായി പേട്ട പോലീസ് കൊച്ചിയിലെത്തി. നെടുമ്പാശ്ശേരിയിലെ സുകാന്തിന്റെ അപ്പാർട്ട്മെന്റിലെത്തിച്ച് തെളിവെടുക്കും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് യുവതിയുടെ ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ശ്രീനന്ദ SP ചേരുന്നു. ശ്രീനന്ദ, ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നമുക്ക് ഇപ്പോൾ ഈ പങ്കുവയ്ക്കാനുള്ളത് സുകാന്തുമായി ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിലാകും ഇന്ന് പരിശോധന നടത്തുക. കഴിഞ്ഞ ദിവസം IB ഉദ്യോഗസ്ഥയുടെ അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ സുകാന്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: താനും IB ഉദ്യോഗസ്ഥയും തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും പിന്നീട് സൗഹൃദത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് IB ഉദ്യോഗസ്ഥയെ പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്നാണ് സുകാന്ത് ഇന്നലെ മറുപടി നൽകിയത്. എന്തായാലും ഇന്ന് കൊച്ചിയിലെ സുകാന്തിന്റെ നെടുമ്പാശ്ശേരിയിലുള്ള അപ്പാർട്ട്മെന്റിലാകും തെളിവെടുപ്പ് നടത്തുക. രാവിലെ തന്നെ പേട്ട പോലീസ് സുകാന്തിനെ കൂട്ടി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും തെളിവുകളെല്ലാം തന്നെ സുകാന്തിനെതിരാണ് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ സുകാന്തിന് പങ്കുണ്ടെന്നും നേരത്തെ ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം നമ്മൾ കേട്ടിരുന്നു. മുൻപ് IB ഉദ്യോഗസ്ഥയോട് സുകാന്ത് പറയുകയുണ്ടായി, നീ പോയി ആത്മഹത്യ ചെയ്തോളൂ, എനിക്ക് നിന്നോട് പ്രണയമില്ല എന്ന് കുറേ കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള ഒരു ചാറ്റ് പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ സുകാന്ത് കഴിഞ്ഞ ദിവസം പോലീസിനോട് പറഞ്ഞത് താനും ഈ ഒരു IB ഉദ്യോഗസ്ഥയുമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, ഇടയ്ക്ക് പിണങ്ങാറുണ്ടായിരുന്നെങ്കിൽ തന്നെയും അത് പെട്ടെന്ന് തന്നെ ഇണങ്ങുന്ന ഒരു സ്വഭാവ പ്രകൃതമായിരുന്നു തങ്ങളുടേത്. എന്തായാലും ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് IB ഉദ്യോഗസ്ഥയെ നയിച്ചതിന്റെ കാരണം വ്യക്തമല്ല എന്നും സുകാന്ത് ഇന്നലെ പേട്ട പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് നെടുമ്പാശ്ശേരിയിലുള്ള ഫ്ളാറ്റിന്റെ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലുള്ള ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. രോഹിണി.